NTA നെറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള കൺസേൺസ് ആണ്, പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അടുത്തൊരു എപ്പിസോഡായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് എക്സാം കണ്ടക്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. എക്സാം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് സെൻറ്ററുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ്. ഇതിൽ ആദ്യത്തെ ആസ്പെക്റ്റ് തന്നെ ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ്. ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യാറുള്ളത് 2-3 ദിവസങ്ങൾ മുമ്പാണ് എന്നുള്ളതാണ്. ഒരു എക്സാമിന്, ഒരു സീരിയസ് ആയിട്ടുള്ള എക്സാമിന് 2-3 ദിവസങ്ങൾ മുമ്പ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. കാരണം അവർ എക്സാമിൻ്റെ ഡേറ്റ് ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. എവിടെയായിരിക്കും സെൻറ്റർ, അടുത്തായിരിക്കില്ല, ദൂരത്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും. പരീക്ഷയുടെ അവസാനവട്ട റിവിഷൻ ടൈം ആയിരിക്കും. എന്നിട്ട് അതിന് മുമ്പ് ചിലപ്പം ഒരു 4-5 ദിവസം മുമ്പ് ഒരു സിറ്റി ഇൻറ്റിമേഷൻ വരും. അതായത് ഏത് സിറ്റിയാണ് എന്ന് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നൊരു ഇൻറ്റിമേഷൻ. എനിക്ക് തോന്നുന്നത് സിറ്റി ഇൻറ്റിമേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് അവർക്കൊരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2-3 ആഴ്ച മുമ്പ് ഹാൾ ടിക്കറ്റ് തന്നെ റിലീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സിറ്റി ഇൻറ്റിമേഷൻ? ഓൾറെഡി എന്താ പറയുക, എനിക്ക് തോന്നുന്നത് പ്രോപ്പർലി അല്ലെങ്കിൽ പ്രോപ്പർ സമയത്ത് ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യാതിരിക്കാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് സിറ്റി ഇൻറ്റിമേഷൻ ഫീൽ ചെയ്തിട്ടുള്ളത്. മതിയായ സമയം അവർക്ക് എടുക്കാം, പക്ഷെ എക്സാമിൻ്റെ മിനിമം 2 വീക്സ് മുമ്പെങ്കിലും 3 വീക്സ് എങ്കിലും ആണെന്നാണ് പലരും 2 or 3 വീക്സ് മുമ്പെങ്കിലും ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. സിറ്റി ഇൻറ്റിമേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാൾ ടിക്കറ്റിൽ പലതവണയും ഗൈഡ് ലൈൻസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഈ ആധാർ ഡിക്ലറേഷൻ, നോൺ ആധാർ ഡിക്ലറേഷൻ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരേണ്ടത് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടാവാറുണ്ട്. ആ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയാനുള്ളത് എക്സാമിനേഷൻ സെൻറ്റർ അലോക്കേഷൻ എന്നുള്ളതാണ്. പലർക്കും ബേസിക്കലി 4 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഈ 4 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്തിട്ടും പലർക്കും ഒരുപാട് ദൂരങ്ങൾ, 500-ലധികം കിലോമീറ്റർ, 1000-ലധികം കിലോമീറ്റർ ഒക്കെ ദൂരം കിട്ടുന്ന കേസുകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് തമിഴ്നാട്ടിൽ കിട്ടിയ ആളുകളുണ്ട്. കോയമ്പത്തൂർ, സേലം പോലെയുള്ള ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമുണ്ട്. ഇതൊരു ഓൺലൈൻ എക്സാം ആണ്, കമ്പ്യൂട്ടർ സിസ്റ്റം വേണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓൺലൈൻ ആകുമ്പോൾ എല്ലാം കൂടി ഒരു ദിവസമൊന്നുമല്ല നടത്തുന്നത്, 10-15 ഒരു മാസം എടുത്തിട്ടാണ് പല എക്സാമുകളും നടത്തുന്നത്. കേരളത്തിൽ തന്നെ 14 ജില്ലകളിലും സെൻറ്റർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ കേരളത്തിൽ ഒരു ജില്ല, മേ ബി മലബാറിൽ 4 ജില്ലയിൽ അപ്ലൈ ചെയ്തൊരു കുട്ടിക്ക് മേ ബി സേലം, തമിഴ്നാടുവിലെ ദൂരപ്രദേശങ്ങളിൽ കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിൻ്റെ 2-3 അല്ലെങ്കിൽ 4-5 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ റിലീസ് ചെയ്യപ്പെടുന്ന ഹാൾ ടിക്കറ്റ്, ആ ഹാൾ ടിക്കറ്റിലാണ് ഒരുപാട് ദൂരപ്രദേശങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ എക്സാമിനേഷൻ സെൻറ്റർ ദൂരെയായിട്ട് എഴുതാത്ത കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകൾ വളരെ കുറവായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. UGC നെറ്റ് എക്സാമിന് പ്രതീക്ഷിക്കുന്നതിന് അധികം ദൂരമുള്ള സെൻറ്ററുകൾ കിട്ടിയിട്ടുള്ള ആളുകളുടെ ബേസിക്കലി ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഒരുപാട് കേട്ട ആളാണ് ഞാൻ, ഒരുപാട് അറിയുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് എക്സാം എഴുതാൻ പറ്റാത്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് വിദ്യാർത്ഥികളാണ് NTA നെറ്റ് എഴുതുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ മദേഴ്സാണ്, പാരൻസ് ആണ്. അതിൽ തന്നെ ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു എക്സാം എഴുതാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ദൂരപ്രദേശങ്ങളിൽ പോയിട്ട് എക്സാം എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പ്രഗ്നൻസി കാരണമായിട്ട് ദൂരപ്രദേശങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ പഠിച്ച സ്വപ്നങ്ങൾ മറന്നുകൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്ത ആളുകളെ പോലും പേഴ്സണലി എനിക്കറിയാം. അപ്പം ഒന്നെങ്കിൽ ഗവൺമെൻറ് പറ്റാവുന്നത്ര അടുത്തേക്ക് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂ ഉള്ള ആളുകളെ പ്രത്യേകമായിട്ട് പരിഗണിക്കാനുള്ള ഒരു സിസ്റ്റമെങ്കിലും കൊണ്ടുവരണം. പക്ഷേ ദ ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ പറയും പറ്റാവുന്നത്ര അടുത്ത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചിലതൊക്കെ ഒരു ആവശ്യമില്ലാതെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു സെൻറ്ററിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷനാണ്, സംഭവങ്ങളാണ്, കാര്യങ്ങളാണ്. ഇതിനേക്കാളേറെ ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന പല എക്സാമുകളും ഈ നാട്ടിലുണ്ട്. അതിൽ പോലും ഇത്രയധികം ദൂരത്തിൽ കിട്ടാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓൺലൈൻ ആണെന്നുള്ളതായിരിക്കും മെയിൻ പ്രശ്നമായിട്ട് പറയാം. പക്ഷെ ഞാൻ പറയട്ടെ, പല ദിവസങ്ങളായിട്ടാണ് എക്സാം നടത്തുന്നത്. എല്ലാവരും കൂടി ഒരു ദിവസമായിട്ടല്ല എക്സാം എഴുതുന്നതെന്നുള്ള. സോ ഏറ്റവും സീരിയസ് ആയിട്ട് ഹാൾ ടിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സെൻറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്, ഈ ഒരു കണ്ടക്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട ആസ്പെക്റ്റ് ആണ് ഈ ഫ്രിസ്കിങ് എന്നുള്ള പ്രോസസ്സ്.
ഓക്കെ, ഫ്രിസ്കിങ് എന്നുള്ള പ്രോസസ്സ് ഹാൾ ടിക്കറ്റിൽ തന്നെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ കൊടുക്കുന്നതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും എല്ലാം കോമൺ ആയിട്ട് ഹാൾ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഒരു ID പ്രൂഫ്, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, ഇങ്ങനെ ഒരു 3-4 പറയുന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കൊടുക്കാറില്ല. പെന്ന് കൊണ്ടുവരേണ്ടതുണ്ടോ, അഡീഷണൽ ഷീറ്റിൻ്റെ ആവശ്യമുണ്ടോ? പലയിടത്തും പെന്ന് കൊടുക്കാറുണ്ട്, പലയിടത്തും അഡീഷണൽ ഷീറ്റ് ഓൾമോസ്റ്റ് പലയിടത്തും കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പെന്ന് പലയിടത്തും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പെന്ന് കയറ്റാൻ സാധിക്കാറുണ്ട്. അതായത് പറ്റുന്ന കാര്യങ്ങൾ ചിലതൊക്കെ പറയും, പക്ഷേ ഇതല്ലാത്തത് ചിലയിടത്ത് അനുവദിക്കും. ഇതിൽ തന്നെ പറ്റാത്ത കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയില്ല. ഇതുപോലെ ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ച് പലപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ടാവാറുണ്ട്. ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ച്, അതുപോലെ ഓർണമെൻറ്റ്സിനെ സംബന്ധിച്ച്, ഓക്കെ, പല സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനെക്കുറിച്ച് എക്സാമിനേഷൻ സെൻറ്ററിലുള്ള ആളുകൾക്കും ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്രിസ്കിങ്ങിൻ്റെ സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ചിലപ്പോൾ ഓർണമെൻറ്റ് കഴിച്ചു വെക്കാൻ പറയും, ചില സ്ഥലത്ത് ചില ഡ്രസ്സുകൾ ചിലപ്പം പറ്റില്ല എന്ന് പറയും. ഓക്കെ, ചില സ്ഥലത്ത് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഫ്രിസ്കിങ് നടത്തും. ഓക്കെ, ഇങ്ങനെയുള്ള അതായത് അവർക്കും ഒരു ക്ലാരിറ്റി കുറവില്ല. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായ ഒരു ഇഷ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഇഷ്യൂവിൽ നിന്ന് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ റെഡി ആയിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം വരിക. അപ്പം എക്സാമിനേഴ്സിനും ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവരുടെ പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവർ സ്വന്തമായിട്ട് കുട്ടികൾക്ക് നോൺ ഹെൽത്തി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്കും അതിനെക്കുറിച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഫ്രിസ്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അലോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അലോ ചെയ്യാത്തത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഹാൾ ടിക്കറ്റ് എക്സാമിനേഴ്സിന് പ്രോപ്പർ ക്ലാരിറ്റി കുറവുള്ളതിൽ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത് നോർമലി ഒരു പ്രോസസ്സാണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകൾക്കും മുമ്പൊക്കെ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ എക്സാമിന് ചില സ്ഥലങ്ങളിൽ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടില്ല. എക്സാമിനേഴ്സിന് പ്രോപ്പർ ഗൈഡ് ലൈൻസോ ട്രെയിനിങ്ങോ കിട്ടാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ അഡീഷണൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അഡീഷണൽ ഷീറ്റ് കൊടുത്തിട്ടില്ല. ഇനി അഡീഷണൽ ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കേസിലും 1000-ലധികം ഫീ വാങ്ങുന്ന ഈ ഒരു എക്സാമിനൊക്കെ അതിനും ഭയങ്കര പിശുക്കാണ് പല സെൻറ്റേഴ്സും കാണിക്കാറുള്ളത്. ഒരു പേപ്പർ അല്ലെങ്കിൽ 2 പേപ്പർ ചില സെൻറ്റേഴ്സ് കൊടുക്കാറുണ്ട്, എക്സ്ട്രാ കൊടുക്കാറുണ്ട്. എല്ലാ സെൻറ്റേഴ്സിൻ്റെയും കേസിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അഡീഷണൽ ഷീറ്റ് കൊടുക്കുന്നതിൽ അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കാത്തൊരു ആസ്പെക്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ പെന്ന് കൊടുക്കുന്നതിൽ, വെള്ളം കൊടുക്കുന്നതിൽ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കുറവ് പലപ്പോഴും എക്സാമിനേഴ്സിന് ഉള്ളതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അത് ഹാൾ ടിക്കറ്റിൽ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇല്ലാത്തത് കൊണ്ടും അവർക്ക് പ്രോപ്പർ ഗൈഡ് ലൈൻസ് കൊടുക്കാത്തത് കൊണ്ടുമാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും പലയിടത്തും എക്സാം ലീക്കേജിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിൻ്റെ. അപ്പം കോൺട്രാക്ച്വൽ ബേസിസിലുള്ള താൽക്കാലികമായിട്ടുള്ള കുറച്ച് ആളുകളെ, അതായത് ഈ എക്സാം പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പല എക്സാമിനേഷൻ സെൻറ്റേഴ്സിലുള്ള എക്സാമിനേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമാണ്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മേ ബി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ, കോളേജുകളിൽ ഒക്കെ ജോലി ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ ഇതിൻ്റെ കീ ആളുകളാക്കുക എന്നുള്ളത് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു മാനിപ്പുലേഷൻ നടത്തിയാൽ പോലും അദ്ദേഹത്തിന് തന്നെ ഒരുപാട് ലൈഫ് ലോങ് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ സാധ്യതയുള്ള ആളുകൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് എക്സാമിനേഷൻ കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഒന്നുകൂടി പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൂരപ്രദേശങ്ങളിൽ സെൻറ്റർ കൊടുക്കുക, ആളുകളെ കൺസിഡർ ചെയ്യാതെ സെൻറ്റർ കൊടുക്കുക, അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കുക, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് എക്സാം എഴുതാൻ സാധിക്കാതിരിക്കുക, വളരെ വൈകിട്ട് ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുക, ആവശ്യമില്ലാത്തൊരു സിറ്റി ഇൻറ്റിമേഷൻ പ്രോസസ്സ് നടത്തുക, അതുപോലെ തന്നെ പലപ്പോഴും ഒരു നോൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവുക, എക്സാമിനേഴ്സിന് പ്രോപ്പർ ഗൈഡ് ലൈൻസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടും പെന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അഡീഷണൽ ഷീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഫോർ എക്സാമിനേഴ്സ് ആൻഡ് ഓൾ സ്റ്റുഡൻസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അടുത്തൊരു എക്സാം ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം റിസോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.